മലയാളീസിൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മലയാളീസ് ആയിട്ടുള്ള അഡ്വക്കേറ്റുമാരെ എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അൽറവാബി ടൈപ്പിംഗ് സെൻറ്ററിൽ ലീഗൽ സപ്പോർട്ടും കൂടെ അവർ നൽകുന്നുണ്ട്. ഇവിടെ മലയാളി അഡ്വക്കേറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഗലിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനായിട്ടോ എന്ത് ആവശ്യമില്ലും A to Z എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ അൽറവാബി ടൈപ്പിംഗ് സെൻറ്ററിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരിട്ട് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമ്മളുടെ മലയാളി അഡ്വക്കേറ്റ് അവരെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഞാൻ ജസീൽ അലിയാണ്. അലൈനിലുള്ള പ്രവാസികളുടെ ഏറ്റവും വലിയ ഒരു ഡൗട്ടും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അലൈനിൽ മലയാളീസ് ആയിട്ടുള്ള അഡ്വക്കേറ്റുമാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നമ്മുടെ പരിചയത്തിലുള്ള അഡ്വക്കേറ്റ് അഞ്ജു ശ്രീധരനെ പരിചയപ്പെടുത്താണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അഞ്ജുവിനോട് ചോദിക്കാം. മാഡം നമസ്കാരം, എൻ്റെ പേര് ജസീൽ അലി എന്നാണ്. അപ്പോൾ നമ്മളിവിടെയുള്ള ഒരുപാട് പ്രവാസീസ് ഇങ്ങനെ മലയാളി അഡ്വക്കേറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് കൊണ്ട് മാഡത്തിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ അഞ്ജു ശ്രീധരൻ അഡ്വക്കേറ്റ്. നമ്മൾക്ക് കുറച്ച് ഡൗട്ടുകളുള്ളത് അഞ്ജുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ ബയോയിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രോബ്ലംസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യാം. മാഡം അഞ്ജു, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ചെക്ക് കേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെക്ക് കൊടുത്തു അത് ബൗൺസ് ആവുക, ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു. ചെക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇവിടുത്തെ ട്രാൻസാക്ഷൻ ഫുൾ, ബിക്കോസ് ബിസിനസിന്റെ ട്രാൻസാക്ഷൻ ഫുൾ നടക്കുന്നത് ചെക്ക് ത്രൂ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കിപ്പോ 2023 ശേഷമുള്ള അപ്ഡേഷൻ വന്നിട്ടുള്ളത് നമുക്ക് എൻഫോഴ്സ്മെന്റിൽ ഡയറക്റ്റ് ആയത് കോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അതിൽ നമ്മളിപ്പോ ചെയ്യാനുള്ളത് ബൗൺസ് ആയ ചെക്ക് ബാങ്കിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് തരും. സോ അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവരുടെ ID ബാക്കി കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാന്ന് വെച്ചാൽ, സോ അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാ, അവരവിടുന്ന് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരും. സോ അതുമായിട്ട് നമ്മൾ നേരെ ഇൻജാസിൽ മീൻസ് കോർട്ട് സർവീസിൽ വന്നിട്ട് നമ്മൾ അതുമായിട്ട് എൻഫോഴ്സ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കേസ് ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു എത്ര % നമുക്ക് പോസിറ്റീവായിട്ട് അതിൽ നിന്നൊരു ഇത് കിട്ടാൻ ചാൻസ്? മെയിൻ തിങ് ഉണ്ട്, എത്രയാണോ എമൗണ്ട് ചെക്കിൽ മെൻഷൻ ചെയ്തേക്കുന്നത് അതിന്റെ 5% നമ്മൾ കോർട്ടിൽ കെട്ടിവെക്കണം. അത് നമുക്ക് ഈ കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്ന മണിയാണ്. പക്ഷെ നമ്മൾ ഈ കോർട്ടിൽ മീൻസ് ഈ പറഞ്ഞ പോലെ അവസാനം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ കോർട്ടിലാണെങ്കിൽ ഒന്നാമത്തെ മെയിൻ കാര്യം മെമ്മോറാണ്ടംസ് ആയിട്ടാണ് നമ്മൾ എല്ലാം ഫയൽ ചെയ്യുന്നത്. സോ മെമ്മോറാണ്ടംസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം എഴുതി നമ്മൾ ഈ ചെക്കിനോടൊപ്പമാണ് നമ്മൾ ഇതിന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഒരു അവസരം ഉണ്ടാവും അവരുടെ കാര്യം പറയാൻ. ബട്ട് മെജോറിറ്റി ചെക്ക് കേസുകളിൽ നമുക്കായിരിക്കും ബെനിഫിറ്റ് കൂടുതലും. വലിയ എമൗണ്ട് ഒക്കെ ആകുമ്പോൾ അതിനൊരു 5% ഇപ്പോ ഒരു ടോട്ടലി ഇപ്പോ ലോസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷെ 5% നമ്മൾ കെട്ടിയാൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു തകർന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ല, ബിക്കോസ് നമുക്കിങ്ങനെ കാശ് റിക്കവർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 5% പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വ്യക്തിക്ക് ട്രാവൽ ബാൻ ഇടാം, പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ സീസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കോർട്ടിലേക്ക് വേണം ചെയ്യാൻ. അപ്പൊ ഇതുമായിട്ട് ഇനി കൂടുതൽ ഒരുപാട് പേർക്കും പല രീതിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ഞാൻ എന്തായാലും ഇവിടുത്തെ നമ്പർ കൊടുക്കാം, നേരിട്ട് ഒരു കോൺടാക്ട് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ നമ്പറൊക്കെ കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഒരു വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ. ഹിന്ദുസ് അല്ല, മീൻസ് മുസ്ലിംസ് അല്ല, ഹിന്ദുസ് ആണ്, ക്രിസ്ത്യൻസ് ആണ്, അങ്ങനെ നോൺ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ മാരേജ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ഇവിടെ സിവിൽ മാരേജ് പ്രകാരം, സിവിൽ മാരേജ് എന്നാ പറയാം, ശരിയായിട്ടുള്ള പ്രകാരം അത് മുസ്ലിംസ്. അപ്പൊ സിവിൽ മാരേജ് പ്രകാരമാണെങ്കിൽ നമ്മൾ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഫാമിലി കോർട്ട് അവിടെ നമ്മൾ റിക്വസ്റ്റ് ഫാമിലി കോർട്ട് അബുദാബിയിലെ
അബുദാബി എമിറേറ്റ്സിൽ അബുദാബിയിലേ ഉള്ളൂ. അലൈനിലുള്ളവർക്കും അബുദാബി പോയിട്ട് വേണം ചെയ്യാൻ, അലൈനിൽ പറ്റില്ല. അതെ, നമുക്ക് ഇതുപോലെ റിക്വസ്റ്റ് കൊടുക്കും, നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കും, നമ്മളെല്ലാം കൂടി സബ്മിറ്റ് ചെയ്ത് ഡോക്യുമെന്റ്സ് വേണ്ടത് ബോത്ത് പാർട്ടീസിന്റെ ID വേണം, പാസ്പോർട്ട് വേണം, സിഗ്നേച്ചർ വേണം, കോൺടാക്ട് നമ്പർ വേണം, മസ്റ്റ് ആയിട്ട് വേണ്ടത് ഇമെയിൽ ID ആണ്. ഇതൊക്കെ മസ്റ്റ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് നാട്ടിലെ ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട. ദെൻ അവിടുന്ന് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മള് ഒരു കോള് വരും, നിങ്ങൾക്ക് മീൻസ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കോള് വരും. ദെൻ ആഫ്റ്റർ ഒരു പേയ്മെന്റ് ഉണ്ട്, 300 dirhams ആണ് പേയ്മെന്റ്. അങ്ങനെ പേയ്മെന്റ് നടത്തി അവിടുന്ന് നമുക്കൊരു കോള് വരും. ആ കോളിൽ നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും, ഏതാണ് നമുക്ക് വില്ലിംഗ് ആയിട്ടുള്ള ഡേറ്റ്. അത് കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ ഒരു മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷികൾ വേണം. ഇവിടെ അങ്ങനെ ഒരു ഇതില്ല, സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ല. വരനും വധുവും ചെല്ലാം. അവിടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ അവിടെ തന്നെ ഫോട്ടോ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഡിവോഴ്സ് കേസ് ആണെങ്കിൽ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഡിവോഴ്സ് കേസ് ആണെന്നുണ്ടെങ്കിൽ നോൺ മുസ്ലിംസിനാണെങ്കിൽ നോൺ ഫോർ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവോഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അതില് എന്താ പറയാ, ഇപ്പം ഏതോ പാർട്ടിക്ക് ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിലും നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാം. ബട്ട് അതിന്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. രണ്ടുപേരും മ്യൂച്വലി ആണെന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം വരുന്നത്, ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ഇപ്പൊ മാരേജ് നമ്മൾ നടത്തി, ഡിവോഴ്സ് നമ്മൾ നടത്തി, ഇത് നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ അറ്റസ്റ്റേഷൻ നടത്തണം. മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷനും ഇന്ത്യൻ എംബസിന്റെ അറ്റസ്റ്റേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് അപ്ലിക്കബിൾ. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ അത് നമുക്ക് ഇപ്പൊ പള്ളി കൊടുക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ, അതല്ല വേറെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നാട്ടില് വാലിഡ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പോ ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ടുള്ളത് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന, എന്നും 1, 2, 3 പേര് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനേക്കാൾ ഉപരി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പലർക്കും ഉണ്ടാവും, പല രീതിയിലുള്ള ലീഗൽ പ്രോബ്ലംസ് നേരിടുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മാഡത്തെ കോൺടാക്ട് ചെയ്യാനായിട്ട് അൽറവാബിയിലെ കോൺടാക്ട് നമ്പർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മാഡത്തെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അലൈനിൽ ഒരു മലയാളി അഡ്വക്കേറ്റ് ഇല്ല എന്നൊരു വിഷയമില്ല. മാഡം ഇവിടെ ഉണ്ട്, അലൈനിലാണ്. അലൈൻ സനയിലുള്ള ലുലുവിന് പുറകിലുള്ള വെൽക്കം ട്രേഡിംഗ് ബിൽഡിങ്ങിലാണ് അൽറവാബി ടൈപ്പിംഗ് സെന്ററിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഡത്തെ ഡയറക്റ്റ് കാണാം. താങ്ക് യു.